മലപ്പുറം ജില്ലയിലെ തദ്ദേശ രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായം തുറക്കുന്നതാണ് UDF-ഉം തൃണമൂൽ കോൺഗ്രസും ചേർന്നുള്ള പുതിയ കൂട്ടുകെട്ട്. കരുളായി പഞ്ചായത്തിൽ ഈ സഖ്യത്തിന്റെ ആദ്യ പരിവർത്തനം കണ്ടുകഴിഞ്ഞു. പഞ്ചായത്ത് നേതൃത്വം തന്നെ പ്രഖ്യാപിച്ചതനുസരിച്ച് 10-14 വാർഡുകളിൽ തൃണമൂൽ സ്ഥാനാർത്ഥികൾ UDF പിന്തുണയോടെ മത്സരിക്കും. തൃണമൂൽ UDF-ഉമായി സൗഹൃദപരമായ സമീപനം സ്വീകരിക്കണമെന്ന പാർട്ടി സർക്കുലർ ഇറങ്ങിയ സാഹചര്യത്തിൽ തന്നെ ഈ കൂട്ടുകെട്ട് പ്രാദേശിക തലത്തിൽ രൂപം കൊള്ളുന്നത് രാഷ്ട്രീയമായി ശ്രദ്ധേയമാണെന്ന് പറയാം. നേരത്തെ UDF-ന് ഭീഷണിയാകും വിധം മത്സരിക്കരുതെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് പുതിയ സർക്കുലർ പുറത്തിറക്കിയിരുന്നു. പാർട്ടി കൺവീനർ കീഴ്ഘടകങ്ങൾക്ക് അയച്ച സർക്കുലർ ആയിരുന്നു UDF-ന് ഭീഷണിയാകരുതെന്ന നിർദ്ദേശം. UDF-ന് നിരുപാധിക പിന്തുണ നൽകണമെന്നും പ്രാദേശികമായി UDF-ഉമായി സഖ്യമുണ്ടാക്കി മാത്രം മത്സരിക്കാമെന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ നിലമ്പൂർ, വഴിക്കടവ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സ്ഥാനാർത്ഥികളെ പിൻവലിക്കുമോ എന്നതിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വലിയ രാഷ്ട്രീയ നീക്കമാണ് മലപ്പുറം, കോഴിക്കോട് മേഖലയിലുടനീളം ചർച്ചാ വിഷയമായിരിക്കുന്നത്. PV അൻവറിന്റെ UDF പ്രവേശനം. ആദ്യഘട്ടത്തിൽ തന്നെ പാണക്കാട് സാദിഖലി തങ്ങൾ ഇത് വ്യക്തമാക്കിയതോടെ കാര്യങ്ങൾ ഒരു പുതുദിശയിലേക്ക് നീങ്ങി. പിണറായി വിജയൻ സർക്കാരിനോടുള്ള കടുത്ത വിമർശകനായ അൻവറിന്റെ വോട്ട് ബാങ്ക് ഏകദേശം പൂർണ്ണമായും LDF വിരുദ്ധതയിൽ നിന്നും രൂപം കൊണ്ടതായതിനാൽ UDF-ന് അത് വലിയ ഒരു ശക്തിയായാണ് കണക്കാക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ശക്തമായ തട്ടകമായ മലപ്പുറം, കോഴിക്കോട് ജില്ലകളും ഉൾപ്പെടെ അൻവറിന്റെ വരവ് UDF-ന് ആശ്വാസവും ശക്തിയും കൂട്ടുമെന്നാണ് വിശകലനം. അൻവറിന്റെ പ്രവേശനം കോൺഗ്രസിലെ ആന്തരിക പ്രതിഷേധങ്ങളെ അതിജീവിച്ച് നടക്കുമോ എന്ന ആശങ്കകൾ ഉയർന്നുവെങ്കിലും ലീഗ് കക്ഷികൾ കോൺഗ്രസ് നേതൃത്വം തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച് ഇതിനകം ഇടപെട്ട് കഴിഞ്ഞു. UDF-ന്റെ നിലനിൽപ്പിനും ഏകോപനത്തിനും കോൺഗ്രസ് ലീഗ് ഐക്യം അനിവാര്യമാണെന്ന് അവർ വ്യക്തമാക്കിയതോടെ ഈ വിഷയത്തിൽ ഒരു വ്യക്തത രൂപപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് അൻവറിന്റെ UDF പ്രവേശനം കൂടുതൽ പ്രാധാന്യം നേടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, മുന്നിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ട് അൻവറെ ബേപ്പൂർ മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്ന UDF നീക്കമാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് സ്ഥാനമുറപ്പിച്ചിരിക്കുന്ന ബേപ്പൂരിൽ അൻവറിനെ ഇറക്കുന്നത് ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രീയ പരീക്ഷണമായിരിക്കും. റിയാസിനെതിരെ കോഴിക്കോട്ടുകാർക്കിടയിൽ ഉള്ള വിമർശന സ്വഭാവവും ഭരണവിരുദ്ധ വികാരങ്ങളും പരിഗണിക്കുമ്പോൾ അൻവർ അവിടെ ഒരു വലിയ പോരാട്ടത്തിന് നേതൃത്വം നൽകുമെന്ന് UDF കണക്കുകൂട്ടുന്നു. അൻവർ തന്നെ അതിന് തയ്യാറാണെന്ന് സൂചനകളുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം മണ്ഡലത്തിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് ലഭ്യമായ വിവരം. ഇവയെല്ലാം കണക്കിലെടുത്താൽ പാണക്കാട് കുടുംബം അൻവറിനെ സ്വീകരിക്കുമെന്നുള്ള സന്ദേശം പുറത്തു വന്നത് യാദൃശ്ചികമല്ല എന്ന് മനസ്സിലാക്കാം. UDF-ൽ ഒരു വലിയ രാഷ്ട്രീയ പുനഃക്രമീകരണം നടക്കാൻ പോകുന്നു എന്നതിനുള്ള സൂചനകളാണ് ഈ നീക്കങ്ങൾ. തൃണമൂൽ സഖ്യത്തിന്റെ പ്രാദേശിക രൂപീകരണവും അൻവറിന്റെ വരവിലൂടെ ഉണ്ടാകുന്ന വലിയ രാഷ്ട്രീയ നീക്കങ്ങളും ചേർന്നാൽ മലപ്പുറം, കോഴിക്കോട് മേഖലകളിലെ രാഷ്ട്രീയ ഭൂപടം വലിയ മാറ്റങ്ങളിലേക്ക് പോകുന്നതിന്റെ ആരംഭഘട്ടമാണിത്.